കൊച്ചി വാർത്താ ചാനലിലേക്ക് സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിനു പിന്നാലെ ചില താരങ്ങൾക്കെതിരെ ആരോപണമുന്നയിച്ച് നിരവധി നടിമാർ രംഗത്ത് വന്നിരുന്നു. എന്നാൽ നടനും MLAയുമായ മുകേഷിനെതിരെയുള്ള ആരോപണത്തിൽ കേരള രാഷ്ട്രീയം കത്തുകയാണ്. മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് പ്രതിപക്ഷ പാർട്ടികൾ രംഗത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. അതിനിടെ കൊല്ലത്ത് മുകേഷ് രാജിവെക്കുകയാണെങ്കിൽ പകരക്കാരിയായി ചിന്താ ജെറോം എത്തുമെന്നുള്ള വാർത്തകളും എത്തിയിരുന്നു. മുകേഷിനെ രാജിവെപ്പിക്കാത്ത സർക്കാർ നടപടിയിൽ വലിയ പ്രതിഷേധം നടക്കുമ്പോൾ ഫേസ്ബുക്കിൽ ചിന്താ ജെറോം ഇട്ട കുറിപ്പ് മുകേഷിനെയും ചിന്തയെയും തിരിഞ്ഞുകൊത്തുകയാണ്. മാധ്യമപ്രവർത്തകരോട് അപമര്യാദയായി പെരുമാറിയ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെയും ധർമ്മജന്റെയും നടപടിയിൽ പ്രതിഷേധിക്കുന്നതിനെ ചൊല്ലിയുള്ള കുറിപ്പ് ചിന്ത ഫേസ്ബുക്കിൽ കുറിച്ചിരുന്നു. എന്നാൽ ഈ കുറിപ്പിന് താഴെ ആദ്യം കൊല്ലത്തെ MLA കൊണ്ട് രാജിവെപ്പിക്കാൻ നോക്കു തുടങ്ങിയ കമന്റുകൾ കൊണ്ട് നിറയുകയാണ്. ഇതോടെ മുകേഷ് വിഷയം ചർച്ചയാകാൻ സമൂഹത്തിന് ഇട്ടുകൊടുത്തിരിക്കുകയാണ് ചിന്താ ജെറോം. നടിയുടെ വെളിപ്പെടുത്തലിനെ തുടർന്ന് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം മുകേഷിനെതിരെ കേസെടുത്തിരിക്കുകയാണ്. മുകേഷിന്റെ രാജി ആവശ്യപ്പെട്ട് ഇടതുമുന്നണിയിലെ പ്രധാന കക്ഷിയായ CPI ഇതിനകം തന്നെ പരസ്യമായി രംഗത്തെത്തിക്കഴിഞ്ഞു. CPI നേതാവ് ആനി രാജയും മുകേഷിനെതിരെ പരസ്യമായി രംഗത്തെത്തിയിരുന്നു. എഴുത്തുകാരി സാറ ജോസഫിന്റെ നേതൃത്വത്തിൽ 100 സ്ത്രീപക്ഷ ചിന്തകർ ഒപ്പിട്ട് പ്രസ്താവന ഇറക്കുകയും ചെയ്തിരുന്നു. പ്രതിഷേധം ശക്തമായതോടെ CPMഉം മുകേഷിനെതിരായ നിലപാട് ശക്തമാക്കുകയായിരുന്നു. ആരോപണങ്ങൾ ഉയർന്ന ആദ്യഘട്ടത്തിൽ രാജിവെക്കേണ്ടെന്നായിരുന്നു CPM നിലപാട്. CPMനുള്ളിൽ നിന്നും മുകേഷ് MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാണ്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. അതിനാൽ അറസ്റ്റ് ഉണ്ടായേക്കും. MLA സ്ഥാനം രാജിവെക്കുന്ന കാര്യത്തിൽ CPM തീരുമാനം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. അതിനു മുമ്പ് അറസ്റ്റ് ഉണ്ടായേക്കുമെന്നുള്ള ആശങ്കയുമുണ്ട്. മുകേഷിനെ സഹായിക്കുന്ന തരത്തിലോ ന്യായീകരിക്കുന്ന തരത്തിലോ ഒരിടപെടലും ഉണ്ടാവരുതെന്ന് പാർട്ടി നേതൃത്വം നിലപാടെടുത്തിരുന്നു. പ്രത്യേകിച്ചും BJPയും UDFും മുകേഷിനെതിരെ ശക്തമായി രംഗത്ത് വന്ന സ്ഥിതിക്ക് നടിയുടെ വെളിപ്പെടുത്തൽ വരുന്നതിനു മുൻപ് തന്നെ മുകേഷിനെതിരെ CPMൽ അമർഷം ശക്തമായിരുന്നു. ജനപ്രതിനിധി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ പ്രവർത്തനവും തീരെ മോശമായിരുന്നു എന്നാണ് വിമർശനം. ഇതിനിടെ കൊല്ലത്ത് മുകേഷിന്റെ രാജിയുണ്ടായാൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയും മുകേഷിന് പകരം ചിന്താ ജെറോം മത്സരിക്കുമെന്ന രീതിയിലും വാർത്തകളെത്തിയിരുന്നു.